എല്ലാവർക്കും അക്യോ ലൈഫിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയൊരു പ്രൊഡക്റ്റാണ്. ഇത് ഒരു ഓവർ ഹെഡ് വാട്ടർ ടാങ്ക് ഫിൽറ്ററാണ്. നമ്മൾ ഇത് ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഇതിൻ്റെ ബോക്സിൽ തന്നെ ഇതിൻ്റെ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ബാഗ് ഫിൽറ്റർ ഹൗസിംഗ്, അതല്ലാതെ ബാഗ് ഫിൽറ്റർ ഹൗസിംഗ് കീ, ഓ റിംഗ്, പ്രഷർ ഗേജ്, മൗണ്ടിങ് പ്ലേറ്റ്, നട്ടും ബോൾട്ടും, അതല്ലാതെ MTA. അപ്പം ഇത് ഒരു ഓഷൻ സ്റ്റാർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ കുറേ കേട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഫൈനലി ദ ബോക്സ് ഹാസ് അറൈവ്ഡ്. ബോക്സിൻ്റെ ഒരു ക്ലോസപ്പ് വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ ബോക്സ് എളുപ്പം അൺബോക്സ് ചെയ്യാം. നമുക്ക് പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട്, അതിൻ്റെ പാക്കേജിങ് എങ്ങനെയുണ്ട്, അതൊക്കെ ഈ അൺബോക്സിങ് കണ്ടറിയാം. നമ്മുടെ ട്രഡീഷണൽ ഓൾഡ് ട്രസ്റ്റി നട്രാജിൻ്റെ കട്ടർ ഞാൻ എടുക്കുകയാണ്. ആൻഡ് ഓക്കെ, ഈ ബോക്സിൻ്റെ അകത്ത് വേറെ ഒരു ബോക്സ് ഉണ്ട്. അപ്പം അത് നമ്മുടെ പ്രൊഡക്റ്റ് ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടി മൾട്ടിപ്പിൾ ബോക്സ് പാക്കിംഗ് ആണ് ഇവർ കൊടുത്തേക്കുന്നത്. നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് യൂണിറ്റ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം ഇതാണ് ബ്ലൂ കളർ. വേറെ എന്താ ഇതിൻ്റെ അകത്തുള്ളതെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെയിൻ കീ. അതല്ലാതെ ഓക്കെ, ഇതാണ് ഫിൽറ്റർ. ഈ ഫിൽറ്റർ വെച്ചാണ് മൊത്തം പ്രോസസ്സ് നടക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഡീപ്ലി സംസാരിക്കാം. അതല്ലാതെ ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, ഇതൊരു കോർക്കാണ്, അല്ലെങ്കിൽ നോസൽ, വാട്ട് എവർ യു ക്യാൻ കോൾ ഇറ്റ്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ബാക്കി കണ്ടൻറ്റ് എന്തൊക്കെയാണ് വരുന്നതെന്ന്. അപ്പം ഇതിൻ്റെ ലിഡ് നമ്മൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് തുറക്കാവുന്നതാണ്. ഓക്കെ, ലിഡ് തുറന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഓക്കെ, ഇതാണ് മെയിൻ ഹോൾഡർ. അതല്ലാതെ ഈ ഹോൾഡറിൻ്റെ അകത്ത് ഒരു പ്രഷർ ഗേജ് ഉണ്ട്. ഇതാണ് നമ്മുടെ പ്രഷർ ഗേജ്. അപ്പം ഇത് വാട്ടറിൻ്റെ പ്രഷർ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. പിന്നെ ലെറ്റ് മീ കീപ് ദിസ് ബാക്ക്. അതല്ലാതെ നമുക്ക് അകത്തുള്ള ഓക്കെ, ഇതൊരു വാഷറാണ്. ഈ ഒരു വാഷറായിരിക്കും നമ്മുടെ ഈ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വേറെ ഒരു വാഷർ കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ എൻറ്റയർ പ്രൊഡക്റ്റ്. അപ്പം ബോക്സിൻ്റെ അകത്ത് കിട്ടുന്ന കണ്ടൻറ്റ്സ് ഒക്കെ ഇതാണ്. അതല്ലാതെ മെയിനായിട്ടുള്ള ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫിൽറ്ററാണ്. ഈ ഫിൽറ്ററാണ് ഈ കംപ്ലീറ്റ് മാജിക് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം, ഇത് നല്ലൊരു ഇപ്പോൾ ഒരു ക്ലീൻ കണ്ടീഷനിലാണ്. അപ്പം ഈ ഒരു ഫിൽറ്ററിൻ്റെ മാജിക്കാണ് ഈ കംപ്ലീറ്റ് പ്രൊഡക്റ്റിനെ ഇത്രയും ഫേമസ് ആക്കുന്നത്. സോ ഈ ഫിൽറ്റർ ഇങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് കയറ്റി ആണ് വെക്കേണ്ടത്. ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറ്റിയിട്ട് നമുക്ക് ആ വാഷർ വെച്ച് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ നമ്മൾ കയറ്റി വെക്കുക. എന്നിട്ട് ഈ ഒരു റെഡ് വാഷർ ഇതിൻ്റെ സൈഡിലോട്ട് നമ്മൾ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ ലിഡ് സ്ലോലി നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് ക്ലോസ് ചെയ്യും. അപ്പം അതാണ് അതിൻ്റെ ഒരു ജനറൽ രീതി. പിന്നെ ഈ പ്രഷർ ഗേജ് നമ്മൾ ഇൻലെറ്റ് സോഴ്സിൻ്റെ അവിടെ ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു കീ വെച്ച് നമുക്ക് ഈ കീ താഴേന്ന് ഇങ്ങനെ കയറ്റി വെക്കാം. എന്നിട്ട് ഇതിങ്ങനെ ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇത് ഒരു ഓവർ ഹെഡ് വാട്ടർ ടാങ്ക് ഫിൽറ്ററാണ്.
അപ്പം ഇതിൻ്റെ അൺബോക്സിങ് നിങ്ങൾ കണ്ടു കഴിഞ്ഞ് ഇനി നാളെ നമ്മൾ പ്ലംബറിനെ വിളിച്ചിട്ടുണ്ട്. അപ്പം പ്ലംബർ വരുമ്പോൾ ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് കാണാം. ഇതുകൊണ്ടുള്ള മെയിൻ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ നിങ്ങളുടെ വീട്ടിലൊരു സബ്മർസിബിൾ മോട്ടർ ആണെങ്കിൽ, എന്ന് വെച്ചാൽ അണ്ടർഗ്രൗണ്ട് വാട്ടറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പം ആ അണ്ടർഗ്രൗണ്ട് വാട്ടറിൻ്റെ കൂടെ കുറേ മണ്ണ് നിങ്ങളുടെ വാട്ടർ ടാങ്കിൻ്റെ അകത്ത് അടിയാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ആ മണ്ണ് നിങ്ങളുടെ പൈപ്പ് ലൈനിൽ കൂടെ കയറി പൈപ്പ് ലൈനൊക്കെ ജാമാകുകയും, അതല്ലാതെ നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം കുറച്ചുകൂടെ ഒരു ക്ലീൻ അല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിട്ട് വരും. കുറച്ചുകൂടെ മടിയായിട്ടുള്ള ഒരു വെള്ളം നിങ്ങൾക്ക് പൈപ്പ് ലൈനിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് ഈ ഓവർ ഹെഡ് ടാങ്ക് ഫിൽറ്റർ. അപ്പം ഇതിൻ്റെ അകത്തൊരു സെഡിമെൻറ്റ് ബാഗാണ് ഇവർ തന്നേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഐ എം വെരി ഷുവർ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുമായിരിക്കും. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത് ഒന്ന് തുറന്നു നോക്കാം, എന്നിട്ട് ഇതിൻ്റെ അകത്തുള്ള ഓരോ കോമ്പണൻസിനെ കുറിച്ച് സംസാരിക്കാം. റൈറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഇത് പ്രഷർ ഗേജ് ആണ്. സോ പ്രഷർ ഗേജിനെ കുറിച്ച് ഞാൻ ബാക്കിയുള്ള സെഡിമെൻറ്റ് ബാഗിനെ കുറിച്ചൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. കാരണം നിങ്ങൾക്ക് എന്നാലേ അതിൻ്റെ ആപ്ലിക്കേഷൻ മനസ്സിലാകത്തുള്ളൂ. സോ വി കീപ് ദ പ്രഷർ ഗേജ് ചെയ്യാൻ. ഇനി നമ്മൾ ഇതിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. സോ ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് എ വെരി ഗുഡ് മെറ്റീരിയൽ. നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് മൊത്തത്തിൻ്റെ വെയിറ്റ് ഒരു 900-800 grams ആണുള്ളത്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഐ തിങ്ക് ഇറ്റ്സ് worth the price that we pay. And also ഇത് ഇൻലെറ്റ് പൈപ്പാണ്, ഇത് ഔട്ട്ലെറ്റ് പൈപ്പാണ്. ഇടയ്ക്ക് ഇവിടെ പ്രഷർ ഗേജാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഇടയ്ക്കുള്ള സംഭവത്തിൽ നിന്നാണ് ഇൻലെറ്റ് പൈപ്പിൽ കൂടെ ഇതിലെ വെള്ളം വരും. എന്നിട്ട് ഈ സെഡിമെൻറ്റ് ബാഗിൻ്റെ അകത്തോട്ടായിരിക്കും പോകുന്നത്. സോ ഷോ യു ദ സെഡിമെൻറ്റ് ബാഗ്. സോ ഇത് ഒരു അകത്തെ ഒരു ഹോൾഡർ പോലെ ഒരു സംഭവമാണ്. ഈ ഹോൾഡറാണ് നമ്മുടെ ഈ സെഡിമെൻറ്റ് ബാഗിനെ സ്റ്റഡി ആയിട്ട് പിടിച്ചു വെക്കുന്നത്. സോ ദിസ് സെഡിമെൻറ്റ് ബാഗ് ഈസ് ദ മെയിൻ ക്ലീനിങ് ഫാക്ടർ. അപ്പം ഈ സെഡിമെൻറ്റ് ബാഗ് കാരണമാണ് നമ്മുടെ ഈ വെള്ളം ക്ലീൻ ആകുന്നത്. ഇതൊരു 5 മൈക്രോണിൻ്റെ സെഡിമെൻറ്റ് ബാഗാണ്. എന്ന് വെച്ചാൽ 5 മൈക്രോണിൻ്റെ പോർസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1 മൈക്രോണിൻ്റെ ഇതിൻ്റെ കൂടെ ഓർഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ പാക്കേജിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ ഫിൽറ്ററിൻ്റെ കൂടെ വരുന്നത് ഒരു 5 മൈക്രോണിൻ്റെ ഒരു സെഡിമെൻറ്റ് ബാഗാണ്. സോ 5 മൈക്രോൺ വെച്ച് നമുക്ക് നമ്മുടെ വെള്ളത്തിൻ്റെ അകത്തുള്ള മെയിനായിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസും, അതല്ലാതെ ചെറിയതായിട്ടുള്ള ഈ സോയിൽ പാർട്ടിക്കിൾസ് ഒക്കെ ഉള്ളത്, അത് മെയിൻലി നമ്മൾ ഈ അണ്ടർഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സബ്മർസിബിൾ വെച്ച് നമ്മൾ മോട്ടറും കൊണ്ട് വെള്ളം അടിക്കുമ്പം ആ വെള്ളത്തിൻ്റെ അകത്ത് വരുന്ന ഈ മണ്ണിൻ്റെ ആ പാർട്ടിക്കിൾസ് അത് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 5 മൈക്രോണിൻ്റെ യൂസ് ചെയ്യുന്നത്. നമ്മൾ 1 മൈക്രോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ചെറിയ പോർസ് ആയിരിക്കും. അപ്പം ഫിൽട്രേഷൻ ഒന്നുകൂടെ നല്ലതായിട്ടായിരിക്കും നടക്കുന്നത്. സോ ഈ ഒരു ബാഗിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ ബാഗ് നമുക്ക് റീയൂസബിൾ ആണ്. ഇത് വാഷ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ യൂസ് ചെയ്യാം. അപ്പം കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ഇത് മാസത്തിൽ ഒരിക്കൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകാവുന്നതാണ്. 2 months ഒരിക്കൽ ഇത് കഴുകിയിട്ട് റീയൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഒത്തിരി പ്രാവശ്യം ഇത് കഴുകിയിട്ട് റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ അകത്തെ പോർസ് അടഞ്ഞു പോകും. എന്നിട്ട് ആ ഫിൽട്രേഷൻ അത്രത്തോളം നല്ലതായിട്ട് ഇതിന് ചെയ്യാൻ സാധിക്കില്ല. ആ സമയത്ത് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു നമ്മൾ ഫിൽട്രേഷൻ ബാഗ് മേടിക്കുകയാണെങ്കിലും ഒരു 300 rupees അല്ലെങ്കിൽ 390 rupees ആയിരിക്കും ഇതിൻ്റെ ഒരു ചാർജ്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ യൂണിറ്റിനെ കുറിച്ച് സംസാരിക്കാം. അപ്പം ഇതാണ് മെയിൻ ടാങ്ക്, ഫിൽട്രേഷൻ ടാങ്ക്. അപ്പോൾ ഇത് നല്ലൊരു ക്വാളിറ്റി കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. നല്ല ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഇവർ ഉപയോഗിച്ചേക്കുന്നത്. ആൻഡ് യു ക്യാൻ സീ ദ സൈസ്. ഇത് ഓൾമോസ്റ്റ് ഒരു 2 feet സൈസിൻ്റെ ആണ്. എന്നിട്ട് ഇത് നമ്മൾ ബേസിക്കലി നമ്മുടെ ടാങ്കിൻ്റെ അടുത്തായിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ടാങ്കിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മോട്ടർ സോഴ്സിൻ്റെ അടുത്ത് നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. സോ ഇറ്റ് ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ ദ മെയിൻ സപ്ലൈ ആൻഡ് ദ വാട്ടർ ടാങ്ക്. അപ്പം നമുക്ക് ഇത് വേണമെങ്കിൽ ടാങ്കിൻ്റെ അടുത്തും ഇൻസ്റ്റാൾ ചെയ്യാം, അതല്ലെങ്കിൽ മോട്ടറിൻ്റെ അടുത്തും ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻലെറ്റ് പൈപ്പിൽ കൂടെ നമ്മൾ വെള്ളം ഇതിൻ്റെ അകത്ത് വിടും. എന്നിട്ട് ആ വെള്ളം ഫിൽറ്റർ ആയിട്ടായിരിക്കും ഡയറക്റ്റ് ടാങ്കിലോട്ട് പോകുന്നത്. അപ്പം നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു വെള്ളമായിരിക്കും യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. സോ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ നാളെ നമ്മൾ പ്ലംബറിനെ വിളിച്ചിട്ടുണ്ട്. അപ്പം പ്ലംബർ വന്ന് ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോയും ഞാൻ ട്രൈ ചെയ്യാൻ നിങ്ങളെ കാണിക്കാൻ. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ്, ഒരു യൂസർ എക്സ്പീരിയൻസ് എന്തായാലും ഷെയർ ചെയ്യണമെങ്കിൽ ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒരു 1 month അല്ലെങ്കിൽ 1 week എങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാലേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ ഇഫ് ഐ ഫീൽ ദ ഡിഫറൻസ് ഓർ നോട്ട്. അപ്പം ഇന്നത്തേക്ക് ഈ വീഡിയോ ഇവിടെ വരെയേ ഉള്ളൂ. സോ വെൽക്കം ബാക്ക് അഗെയിൻ ഗൈസ്. ഇന്ന് Day 2 ആണ്. ഇന്ന് നമ്മുടെ പ്ലംബർ വന്നിട്ടുണ്ട്. ആൻഡ് നമ്മുടെ പ്ലംബർ ഈ
വാട്ടർ ടാങ്ക് ഫിൽറ്റർ ഇത് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഈ വാട്ടർ ടാങ്ക് ഫിൽറ്റർ അവർ നമ്മുടെ മോട്ടർ പമ്പും അതല്ലാതെ വാട്ടർ ടാങ്കിൻ്റെ ഇടയ്ക്ക് ആണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പം ഈ വാട്ടർ ടാങ്ക് നമ്മുടെ മുകളിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മുടെ മോട്ടർ പമ്പിൻ്റെ അടുത്തായിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ പ്ലംബർ ഇത് ഫിക്സ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ പുള്ളിക്ക് മനസ്സിലായി ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കുവാന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി ഭയങ്കര എൻതൂസിയാസ്റ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങി. പ്രഷർ ഗേജിനെ കുറിച്ചും കണക്ഷൻ ചെയ്തതിനെക്കുറിച്ചും. അപ്പം ആ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്യൂരിയോസിറ്റി വെച്ചുകൊണ്ട് പുള്ളിക്കാരൻ ഫിക്സ് ചെയ്തേക്കുന്ന കണക്ഷൻസൊക്കെ ശരിയായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പൈപ്പ് ശരിക്കും ഫിക്സ് ആകാതെ തന്നെ പുള്ളി വാൾവ് തുറക്കുമ്പം വെള്ളം മൊത്തം സ്പ്ലാഷ് ആകുന്നത് കാണാവുന്നതാണ്. സോ ദാറ്റ് വാസ് എ വെരി ഫണി ഇൻസിഡൻറ്റ്. പക്ഷേ എന്തായാലും പുള്ളി അത് നല്ലപോലെ ഫിക്സ് ചെയ്ത് ഇവിടെ നമ്മൾ PVC പൈപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എഡ്ഹസീവാണ് യൂസ് ചെയ്യുന്നത് ഈ പൈപ്പ്സിനെയൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ പൈപ്പ്സിനെയൊക്കെ കണക്ട് ചെയ്യാനും ജാം ചെയ്യാനും വേണ്ടി. അപ്പം അതിന് യൂസ് ചെയ്യുന്ന ഒരു ആസ്ട്രൽ എഡ്ഹസീവിൻ്റെ ഒരു സോൾവോ ബോണ്ട് എന്ന് പറയുന്ന ഒരു CPVC 707 ഫോർ ലീക്ക് പ്രൂഫ് ജോയിൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ബോണ്ടിങ് മീഡിയമാണ്. അപ്പം അതിൻ്റെ കളറ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അപ്പം നിങ്ങൾക്ക് വീഡിയോൻ്റെ അകത്ത് കാണാവുന്നതാണ് ഈ യെല്ലോ ആയിട്ടുള്ള കാണുന്നിടത്തെല്ലാം നമ്മൾ ഈ ഒരു ഗം അല്ലെങ്കിൽ ഈ ഒരു ബോണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ ജോയിൻറ്റ്സിനെയൊക്കെ നല്ലപോലെ ഫിക്സ് ചെയ്യും. അതല്ലാതെ ലീക്കേജിൻ്റെ ഒരു ചാൻസസും ഇത് വിടത്തില്ല. സോ ഇറ്റ്സ് എ കെമിക്കൽ സബ്സ്റ്റൻസ്. അപ്പം പ്ലീസ് ഹാൻഡിൽ ഇറ്റ് വിത്ത് കെയർ. നമ്മുടെ വാട്ടർ ടാങ്ക് ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു ഗൈസ്. ഇനിയും നമുക്ക് ഇത് ഉപയോഗിച്ച് നോക്കാം. ആൻഡ് ആഫ്റ്റർ 1 കംപ്ലീറ്റ് മന്ത് നമ്മൾ ഇത് ഇൻസ്റ്റാൾ ഇന്ന് ചെയ്ത് കഴിഞ്ഞ് ഇന്ന് തൊട്ട് ഒരു മാസം കംപ്ലീറ്റ് ഞാൻ ഈ ഒരു വാട്ടർ ടാങ്ക് ഫിൽറ്ററിനെ മോണിറ്റർ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റിയും അതല്ലാതെ ഞങ്ങളുടെ വാട്ടർ ടാങ്കിലോട്ട് വരുന്ന ആ വെള്ളം അതിൽ എന്തോ ഡിഫറൻസ് വന്നിട്ടുണ്ടെന്നുള്ള ഒരു വീഡിയോ ഞാൻ തീർച്ചയായിട്ടും കൊണ്ടുവരുന്നതായിരിക്കും. അതുവരത്തേക്ക് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ബിലോ വാട്ട് ടൈപ്പ് ഓഫ് വീഡിയോസ് ഡു യു വോണ്ട് ടു വാച്ച്. അതല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഞാൻ റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ അയച്ചു തരാവുന്നതാണ്. ഓക്കെ ഗൈസ്, you should subscribe to my channel and എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയാൻ കഴിയുള്ളൂ. കാരണം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടാക്കുന്നതായിരിക്കും. ആ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് മനസ്സിലാവും വെദർ ദിസ് പ്രൊഡക്റ്റ് ജസ്റ്റിഫൈസ് ഇറ്റ്സ് amount ആൻഡ് നമ്മളിത് ഓർഡർ ചെയ്ത ആ പർപ്പസ് ഇതും കൊണ്ട് ഫുൾഫിൽ ആകുന്നുണ്ടോ അതോ ഇല്ലയോ. Till then, this is Akshay signing off. You are watching Akyo Life Malayalam.